അമേരിക്കയും ഇസ്രായേലും കരുതുന്നത് പോലെ ഇതുപോലെ മിസൈലുകൾ വർഷിച്ചും യുദ്ധം തുടങ്ങിയും ഒരു ഭരണമാറ്റം അത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുമോ ഇറാനിൽ? ഇറാന്റെ കേസ് സങ്കീർണമാണ്. സമാനതകളില്ല. നമുക്ക് മുൻപിലുള്ള ചരിത്രപരമായ സൂചനകൾ ഇറാഖിൽ അമേരിക്ക നടത്തിയ ആക്രമണമാണ്. സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി 2 പ്രാവശ്യം നടത്തിയ ആക്രമണം, ഗൾഫ് യുദ്ധം, ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ്. ഈ 2 യുദ്ധങ്ങളിലും അമേരിക്ക ആത്യന്തികമായി വിജയം നേടി ഇറാഖിന് മേൽ ആധിപത്യം സ്ഥാപിച്ചു. അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം ഇറാഖിൽ കൊണ്ടുവന്നു. പക്ഷെ എന്താണ് ഇറാഖിൽ സംഭവിച്ചത്? ഇറാഖിൽ തീവ്രവാദികൾ തലപൊക്കി. ISISന്റെ വിളയാട്ട കേന്ദ്രമായി മാറി ഈ സിറിയയുടെയും ഇറാഖിന്റെയും ചില പ്രദേശങ്ങൾ. ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ അവിടെ കുറച്ചു കാലത്തേക്ക് നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ തികഞ്ഞ അരാജകത്വം ആ ഭാഗത്തുണ്ടായി. സമാനമായ രീതി സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ തീർച്ചയായും ഒരു ക്രമമുണ്ടായിരുന്നു. വർത്തക ഭരണകൂടമായിരുന്നു. തീർച്ചയായും സദ്ദാം ഹുസൈൻ തീർച്ചയായിട്ടും ദിവ്യനായ ആളൊന്നുമല്ല. തീർച്ചയായും ജനാധിപത്യ ലംഘനം നടത്തിയിട്ടുള്ള ആളാണ്. തെക്കൻ ഇറാനിലുള്ള ബസ്ര മേഖലയിലേക്കുള്ള ഷിയാക്കളെ കൂട്ടക്കൊല ചെയ്തയാളാണ്. അത് മാത്രമല്ല വടക്കൻ പ്രദേശത്തെ കുർദുകളെ കൊല ചെയ്തയാളാണ്. നല്ല ഒരു ട്രാക്ക് റെക്കോർഡ് അല്ല സദ്ദാം ഹുസൈൻ ഉള്ളത്. പക്ഷേ ഇറാഖ് എന്ന രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ചാലക ശക്തിയായിരുന്നു സദ്ദാം ഹുസൈൻ. അതുപോലെ ഇറാൻ എന്ന രാജ്യത്തിന് വലിയ രാജ്യമാണ്. വലിയ ജനസംഖ്യയുള്ള ഏതാണ്ട് 10 കോടിയോളം ജനസംഖ്യയുള്ള രാജ്യമാണ്. വലിയ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് ഇറാൻ. വൈവിധ്യങ്ങളുടെ കലവറയാണ്. വിവിധ സംസ്കാരങ്ങൾ സങ്കലനപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. അവിടെ പല വംശീയ വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു പ്രത്യേക ക്രമത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഭരണ നേതൃത്വത്തിന്റെ കടമ. അത് പെട്ടെന്ന് മറ്റൊരു ഭരണകൂടം, ഇതുവരെ കെട്ടുകേൾവിയില്ലാത്ത ഒരുപക്ഷെ ഷാ പഹലവി രണ്ടാമന്റെ മകൻ റിസ പഹലവി അമേരിക്കയിൽ നിന്നും പറന്നിറങ്ങി ഇറാനിൽ തെഹ്റാനിൽ അയത്തുള്ള അലി ഖമേനി ഇരുന്ന ആ കസേരയിൽ ഇരിക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ മസൂദ് പെസഷ്കിയാൻ ഇരുന്ന കസേരയിൽ ഇരിക്കാൻ പറ്റില്ല. ഇറാനിൽ ദീർഘകാലമായി ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചറൽ DNA ഉണ്ട്, ഒരു ജനിതക ഘടനയുണ്ട്. അത് പെട്ടെന്ന് ഒരു നിമിഷം മാറ്റിമറിക്കാനാവില്ല. ഭരണകൂടത്തെ മാറ്റിമറിക്കാനാവും. പക്ഷേ പുതിയതായി ചുമതല ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അവരോധിക്കപ്പെടുന്ന ഭരണകൂടത്തിന് ഒരു പിന്തുണ ലഭ്യമാകണം. ജൈവികമായ സ്വാഭാവികമായ ഒരു പിന്തുണ ലഭ്യമാകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇനി കാര്യമായ ഒരു ഒളിയുദ്ധത്തിലേക്കോ ഒരു സമാന്തര പോരാട്ടത്തിലേക്കോ അരാജകത്വത്തിലേക്കോ ആണോ ഇനി ഇറാൻ നീങ്ങുന്നത്? വലിയൊരു മേഖലയാണ്. ആ മേഖല പൂർണ്ണമായി അരാജകത്വത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള തീവ്രവാദികൾ, ഏതായാലും ISIS പിടിമുറുക്കില്ല. അത് സുന്നി വിഭാഗങ്ങളാണ്. ഒരു ഷിയ മിലീഷ്യകളുടെ വിളയാട്ട കേന്ദ്രമായി ഇറാൻ വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത് തന്നെ സംഭവിക്കില്ലേ? അഫ്ഗാനിസ്ഥാൻ അമേരിക്ക ഇടപെട്ടു, ഭരണമാറ്റം കൊണ്ടുവന്നു. പക്ഷെ 20 വർഷം കഴിഞ്ഞതിന് ശേഷം താലിബാന്റെ കയ്യിൽ ഭരണമേൽപ്പിച്ചതിന് ശേഷം, വെള്ളിത്താളത്തിൽ വെച്ച് ഭരണമേൽപ്പിച്ചതിന് ശേഷം അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നില്ലേ? ഇത് തന്നെയല്ല എല്ലായിടത്തും. മിക്ക രാജ്യങ്ങളിലും അമേരിക്കൻ ഇടപെടലുകൾ താൽക്കാലികമായി ഫലം ചെയ്തിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. പക്ഷെ ആത്യന്തികമായി ആ ജനതകളുടെ ആവിഷ്കാരം അനുസരിച്ച് മാത്രമേ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ. ഇറാൻ ജനതയ്ക്ക് തീരുമാനിക്കാനുള്ള അവസരം ഉണ്ടാകണം. അവിടെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ രൂപപ്പെട്ടു വന്ന ഒരു സ്വാഭാവിക പ്രതിപക്ഷം അവിടെ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ പറയാമായിരുന്നു, അമേരിക്കയ്ക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറയാമായിരുന്നു, there is a government in waiting within Iran. അങ്ങനെ ഒരു സംഭവമില്ല. കാരണം അതൊരു കാലക്കേട് കൊണ്ട് സംഭവിക്കുന്നതാണ്. മിതവാദികളും തീവ്ര വിഭാഗങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് എപ്പോഴും ഇറാനിന്റെ രാഷ്ട്രീയ പ്രക്രിയ. മിതവാദിയായ മസൂദ് പെസഷ്കിയാനാണ് വിജയിച്ചു വന്നത്. റാഡിക്കൽ ചിന്താഗതിയുള്ള മറ്റൊരാളുമായിട്ടാണ് മത്സരിച്ചത്. അപ്പൊ അയത്തുള്ള അലി ഖമേനി 2 കൂട്ടരെയും അനുഗ്രഹിച്ചു. നിങ്ങളിൽ മെച്ചപ്പെട്ടയാളെ ജനം തെരഞ്ഞെടുക്കട്ടെ. അങ്ങനെ തെരഞ്ഞെടുത്ത ആള് മുന്നോട്ട് പോകുന്നു. അതല്ലാതെ മറ്റൊരു പ്രതിപക്ഷം അവിടെ ഇല്ല. അത് വലിയ കാര്യമാണ്. എന്നോട് ചോദിച്ച മറ്റൊരു ചോദ്യത്തിന്റെ കൂടെ മറുപടിയിലേക്ക് വരാം. ഗൾഫ് രാജ്യങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? ഇറാന്റെ പ്രതികരണം, ഇറാൻ പറഞ്ഞല്ലോ, ഒരു മേഖലാ യുദ്ധത്തിലേക്കാണ് അമേരിക്ക ഇറാനെ തള്ളിവിട്ടിരിക്കുന്നത്. ഇറാന് മറ്റു വഴികളൊന്നുമില്ല. കാരണം അമേരിക്കയുടെ സേനാതാവളങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, ഏതെല്ലാം ഗൾഫ് രാജ്യങ്ങളിലുണ്ടോ, GCC രാജ്യങ്ങളിലുണ്ടോ, അവിടേക്കെല്ലാം തന്നെ ആക്രമണം വ്യാപിക്കും. അങ്ങനെ വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കൊളാറ്ററൽ ഡാമേജ് ഉണ്ടല്ലോ. ഇറാന്റെ മിസൈലുകൾക്ക് കൃത്യത അത്ര ഉണ്ടെന്ന് പറയാനാവില്ല. അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിൽ 6 രാജ്യങ്ങളിലാണ് ജോർദാൻ ഉൾപ്പെടെയുള്ള GCC മേഖലയിലെ കുവൈറ്റിലേക്ക് ആക്രമണം നടന്നു. ജോർദാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളിലെല്ലാം ആക്രമണം നടന്നപ്പോൾ ഇത് പ്രാക്ടിക്കലി ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് ഒരു പ്രാദേശിക റീജിയണൽ യുദ്ധമായി മാറിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഇറാൻ പറഞ്ഞത്. ഇപ്പോൾ ഇറാന്റെ ഒരു ചിന്ത, ഈ പ്രാദേശിക രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി എങ്ങനെയെങ്കിലും ആക്രമണത്തിന്റെ തോത് കുറച്ചു വരികയും ഒരു കരാറിലേക്ക് എത്തിച്ചു നിർത്താൻ കഴിയുമോ എന്നതാണ് ഇറാന്റെ ചിന്ത. പക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ആത്യന്തികമായി അമേരിക്കൻ തീട്ടൂരത്തിന് വിധിപ്പെട്ട് മാത്രമേ ഗൾഫ് രാജ്യങ്ങൾ, എണ്ണ സമ്പന്നമായ
GCC രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒക്കൂ. അത് പ്രായോഗിക ചിന്തയാണ്. കാരണം അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട്, അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു നീക്കം ഇറാൻ അനുകൂലമായിട്ടോ അല്ലെങ്കിൽ യുദ്ധം ഇപ്പോൾ നിർത്തിവെക്കണം എന്ന പിടിവാശിയിൽ നിൽക്കാനാവില്ല. കാരണം എണ്ണ സമ്പത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അമേരിക്കയുടെ അനുഗ്രഹാശത്തുകൾ വേണമെന്നതാണ് ശരിയായിരിക്കും. ഒരു കാര്യം കൂടി ശ്രീ മോഹൻ വർഗീസ് നോക്കൂ, ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞതുപോലെ വലിയ പിന്തുണയുമായി ഇറാന് പിന്തുണയുമായി രംഗത്തെത്തുന്നില്ല. പക്ഷേ നോക്കൂ, ഇവിടെ റഷ്യയും ചൈനയും അവർക്ക് ഈ രണ്ട് ലോകശക്തി രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ എണ്ണ നൽകുന്നത് ഇറാനാണ്. അപ്പോൾ ഈ രണ്ട് ശക്തികളും ഇറാനൊപ്പം ശക്തമായി നിലകൊള്ളുകയാണെങ്കിൽ അതൊരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കില്ല ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ? ഇത് ഇപ്പോൾ ഉയർന്നത് കേവലം അക്കാദമികമായ ഒരു ചിന്തയാണ്. വെറും അക്കാദമിക ചിന്ത എന്ന് പറയുമ്പോൾ സാധ്യതയുണ്ട്, തള്ളിക്കളയാനാവില്ല. എക്കാലത്തും ഇറാനിയൻ ഭരണകൂടവുമായി സഹകരിച്ച് പ്രവർത്തിച്ച രാജ്യമാണ് റഷ്യ. മുൻപ് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് 1979 ഇറാനിൽ വിപ്ലവമുണ്ടായി. അയത്തുള്ള ഖൊമേനി അധികാരത്തിലെത്തിയത് മുതൽ, അന്ന് ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, അന്ന് മുതൽ തന്നെ ഇറാനുമായി അടുത്ത ബന്ധമാണ് റഷ്യ പുലർത്തിയിരുന്നത്. ഇറാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ സിംഹഭാഗവും അന്ന് വന്നിരുന്നത് റഷ്യയിൽ നിന്നാണ്. വിമാനങ്ങളായിക്കൊള്ളട്ടെ, സ്പെയർപാർട്ടുകളായിക്കൊള്ളട്ടെ, എല്ലാം തന്നെ വന്നിരുന്നത് റഷ്യയിൽ നിന്നാണ്. ആ ബന്ധം ഇപ്പോൾ സോവിയറ്റ് കാലഘട്ടം കടന്നതിന് ശേഷം റഷ്യൻ കാലഘട്ടം വന്നപ്പോൾ അത് തുടരുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ റഷ്യ മറ്റൊരു യുദ്ധത്തിൽ പെട്ടു നിൽക്കുകയാണ്. ഉക്രൈൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ റഷ്യക്ക് കഴിയുന്നില്ല, ഉക്രൈനും കഴിയുന്നില്ല. അവിടെ മറ്റൊരു യുദ്ധമുഖം കൂടി ഇപ്പോൾ തുറക്കാനുള്ള ഒരു ആരോഗ്യം, സൈനികമായും സാമ്പത്തികമായും ആരോഗ്യം റഷ്യക്കുണ്ടോ എന്നത് ന്യായമായ ഒരു ചോദ്യമല്ലേ? അത് മാത്രമല്ല, അങ്ങനെ ഇടപെടാനുള്ള താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ബാഷർ അൽ അസദ് എന്ന സിറിയയുടെ ഭരണാധികാരി റഷ്യക്ക് വളരെ പ്രിയപ്പെട്ടയാളായിരുന്നു. ബാഷർ അൽ അസദിനെ പുറത്താക്കാനുള്ള ശ്രമം തുർക്കിയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കാൻ റഷ്യക്ക് കഴിഞ്ഞില്ല. പരമാവധി ചെയ്തത് ബാഷർ അൽ അസദിന് റഷ്യ അഭയം കൊടുത്തു എന്ന് മാത്രമാണ്. ഇപ്പോൾ ഖൊമേനിക്ക് റഷ്യ അഭയം കൊടുക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, ഖൊമേനി വധിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ. ഒരേ ഒരു ചോദ്യം കൂടി ഞാൻ മറ്റ് റിപ്പോർട്ടേഴ്സ്, നമ്മുടെ പശ്ചിമേഷ്യയിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മറ്റ് റിപ്പോർട്ടേഴ്സ് കൂടി തത്സമയം ചെയ്യുന്നുണ്ട്. ഒരേ ഒരു ചോദ്യം, ഇപ്പോൾ പറഞ്ഞു ചൈനയോ റഷ്യയോ ഇക്കാര്യത്തിൽ ഒരു വലിയൊരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ, അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ഭരണമാറ്റം, ഒരു പാവ ഭരണകൂടത്തെ അവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ തിരിച്ചടി നൽകാൻ പോകുന്നത് ചൈനയ്ക്ക് തന്നെയല്ലേ, റഷ്യക്ക് തന്നെയല്ലേ? ഉറപ്പായും റഷ്യക്കും ചൈനയ്ക്കും അത് തിരിച്ചടിയാണ്. റൂൾ ബേസ്ഡ് ലോകക്രമം എന്ന് പറയുന്നത് അട്ടിമറിക്കപ്പെടുന്നു. ലോകം ആഗ്രഹിക്കുന്നത് ഇത് ബലവാന്റെ ലോകമല്ലല്ലോ. ബലവാനുണ്ട്, ബലവാനായ രാജ്യം, ശക്തിയുള്ള രാജ്യം, ആണവശക്തിയും സൈനിക ശക്തിയുമായ രാജ്യം തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോകക്രമത്തെ ഒടിച്ച് മടക്കി എടുത്ത് ഗീഷയിലാക്കാൻ സാധിക്കും എന്ന് വന്നാൽ നാളെ രാജ്യങ്ങൾക്ക് എങ്ങനെയാണ്, ഈ ക്രമത്തിന് എങ്ങനെയാണ് നിലനിൽക്കാനാവുക? സോവറൻ ഇക്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന് എങ്ങനെയാണ് ആ കട തുറന്ന് പ്രവർത്തിക്കാനാവുക? അതുകൊണ്ടാണ് തീർച്ചയായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആകാംക്ഷയോടെ തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പൊ അമേരിക്കയെ ആ രീതിയിൽ എതിർത്ത് നിൽക്കാനുള്ള ത്രാണി പല രാജ്യങ്ങൾക്കും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നിസ്സംഗത പാലിക്കുന്നു, അല്ലെങ്കിൽ ഒട്ടകപക്ഷി മണ്ണിൽ തലപൂഴ്ത്തിയതുപോലെ നിൽക്കുന്നു. ചൈന ഉൾപ്പെടെ പ്രായോഗികമായി ചിന്തിക്കുന്നു, അമേരിക്ക ഇപ്പോൾ വെറുപ്പിക്കാൻ തയ്യാറല്ല. ചൈന മറ്റുള്ള രാജ്യങ്ങളുടെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി തൽക്കാലത്തേക്ക് തടികേടാക്കാതെ നിൽക്കുകയാണ്. ചൈനയും റഷ്യയും ഇടപെട്ടാൽ ലോകമഹായുദ്ധത്തിലേക്ക് എത്തില്ലേ? പരമാവധി ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൌൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗങ്ങളാണ് ചൈനയും റഷ്യയും. പരമാവധി അങ്ങനെയുള്ള ആഗോള നീക്കങ്ങൾ എന്തെങ്കിലും സംഘടിപ്പിക്കാം എന്നല്ലാതെ സൈനികമായ ഒരു ഇടപെടൽ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ്. വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ നിലനിൽക്കുന്നു. ഇനി എന്താകും അടുത്തത് സംഭവിക്കാൻ പോകുന്നത്? ഒരു നയതന്ത്ര പരിഹാരം അത് സാധ്യമാണോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ട്.